ഇറാനെതിരെ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കാളിയായതോടെ ലോകമാകെ നേരിട്ടോ അല്ലാതെയോ യുദ്ധത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. സാമ്പത്തികമായും അല്ലാതെയുമുള്ള പ്രത്യാഘാതങ്ങൾ രാജ്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്ധനക്ഷാമവും പാചകവാതക ക്ഷാമവും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ദുരിതത്തിലാക്കുന്നുണ്ട്. മലയാളി പ്രവാസികൾ അടക്കമുള്ളവർ ഗൾഫ് മേഖലയിൽ ജീവന് വരെ ഭീഷണി നേരിടുന്നുമുണ്ട്. യുദ്ധത്തിൽ താൻ ജയിച്ചെന്ന അവകാശവാദവുമായി ട്രംപ് മുന്നോട്ട് വരുമ്പോൾ ആയുധം താഴെ വെക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് ഇറാൻ നിൽക്കുന്നത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ സുരക്ഷാ മേധാവി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന് ഉറപ്പാണ്. ആ ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ കടന്നു പോകുന്നതും. എന്നാൽ സംഘർഷം ശക്തമാകുമ്പോഴും യുദ്ധത്തിലെ വിജയി അമേരിക്കയോ ഇറാനോ ഇസ്രയേലോ അല്ല, മറിച്ച് റഷ്യയാണ് എന്ന് പറഞ്ഞാലോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകാതെ ഇരുന്നിട്ടും റഷ്യയുടെ നേതാവ് വ്ളാഡിമിർ പുടിൻ ഏറ്റവും വലിയ വിജയി ആകുന്നതിന് കാരണമുണ്ട്. യുക്രൈനുമായി യുദ്ധത്തിലായിരിക്കുമ്പോഴും പശ്ചിമേഷ്യൻ യുദ്ധത്തിലും റഷ്യയ്ക്ക് സാമ്പത്തിക, സൈനിക, ഭൂമിശാസ്ത്രപരമായ നേട്ടങ്ങൾ അനവധിയാണ്. സംഘർഷം മൂലം ആഗോള എണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് റഷ്യയ്ക്ക് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തത്. ഊർജ്ജ വിപണികളെ യുദ്ധം പ്രതികൂലമായി സ്വാധീനിച്ചിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 നടക്കുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. എണ്ണവില ബാരലിന് $100 മുകളിൽ ഉയർന്നു. ഇത് റഷ്യയ്ക്ക് ഗണ്യമായ സാമ്പത്തിക ഉത്തേജനം നൽകിയിരിക്കുകയാണ്. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം റഷ്യയ്ക്ക് കോടിക്കണക്കിന് ഡോളർ അധിക വരുമാനമുണ്ടാക്കും. എണ്ണ, വാതക കയറ്റുമതിയാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന നട്ടെല്ല്. അതിനാൽ തന്നെ പശ്ചിമേഷ്യൻ യുദ്ധം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അധിക വരുമാനം യുക്രൈൻ യുദ്ധത്തിൽ ശക്തമായി നിലകൊള്ളാനും പാശ്ചാത്യ ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കാനും റഷ്യയെ സഹായിക്കുമെന്ന് നയതന്ത്ര വിദഗ്ധരും പറയുന്നുണ്ട്. എണ്ണ, വാതക വില ഉയർന്ന നിലയിൽ തുടരുമ്പോൾ റഷ്യയ്ക്ക് പ്രതിദിനം 10,000 കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ദശലക്ഷം ഡോളർ കൂടുതൽ സമ്പാദിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ സംഘർഷം എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളിൽ പലതും എടുത്തുമാറ്റി. ഇതോടെ റഷ്യൻ എണ്ണ ആഗോള വിപണികളിലെത്താൻ അമേരിക്ക താൽക്കാലികമായി അനുവാദം നൽകുകയും ചെയ്തു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പ്രധാനമാണ്. യുദ്ധച്ചെലവും ഉപരോധങ്ങളും കാരണം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലായിരുന്നു. എണ്ണവിലയിലെ വർധനവും നിയന്ത്രണങ്ങളിലും ഉണ്ടായ ഭാഗിക ഇളവും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതുജീവൻ നൽകുകയാണ് ചെയ്തത്. പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ച ശേഷം ഫോസിൽ ഇന്ധന കയറ്റുമതിയിലൂടെ റഷ്യ 600 കോടി യൂറോ സമ്പാദിച്ചതായി ചില കണക്കുകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതിനു ശേഷമുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ ഫോസിൽ ഇന്ധന വിൽപ്പനയിലൂടെ റഷ്യ 600 കോടി യൂറോ, അതായത് ഏകദേശം 500 കോടി രൂപ നേടിയതായാണ് കണക്കുകൾ പുറത്തു വന്നത്. ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് മാർച്ചിൽ എണ്ണ, വാതകം, കൽക്കരി എന്നിവയുടെ ശരാശരി പ്രതിദിന വിലയിൽ 14% വർധനവാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് റഷ്യയ്ക്ക് മാർച്ച് മാസം മാത്രം 67.2 കോടി യൂറോയുടെ അധിക വരുമാനമാണ് ലഭിച്ചത്. ഈ വർധനവിന്റെ ഭൂരിഭാഗവും എണ്ണ വ്യാപാരത്തിൽ നിന്നാണെന്ന് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. ഇതൊന്നും മാത്രമല്ല റഷ്യയുടെ ബെനിഫിറ്റുകൾ. ഇറാൻ സംഘർഷം ശക്തമായതോടെ ആഗോള നയതന്ത്ര ശ്രദ്ധ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് മാറി. 2 വർഷത്തിലേറെയായി പാശ്ചാത്യ വിദേശനയ ചർച്ചകളിലും സൈനിക സഹായ ചർച്ചകളിലും യുക്രൈന് പിന്തുണ ലഭിക്കുകയാണെന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രാഷ്ട്രീയ മാധ്യമ ശ്രദ്ധയെ വഴിതിരിച്ചുവിട്ടു. ഈ മാറ്റം റഷ്യയ്ക്ക് ഗുണം ചെയ്യുന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും. ഇത് റഷ്യയ്ക്ക് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയ്ക്കുകയും യുക്രൈന് ലഭിക്കുന്ന പാശ്ചാത്യ പിന്തുണ മന്ദഗതിയിലാക്കുകയും ചെയ്യും. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ സൈനിക ഉപകരണങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് യുക്രൈന് അമേരിക്കൻ സൈനിക ഉപകരണങ്ങൾ ലഭിക്കുന്നത് ബാധിച്ചേക്കാമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ മധ്യസ്ഥ ചർച്ചകൾ നയിക്കാൻ കഴിവുള്ള പ്രധാന ആഗോള കക്ഷിയായി റഷ്യ സ്വയം മാറിയിരിക്കുകയാണ്. ഇതോടെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം ഉയർന്നു വന്ന ഏകീകൃത പാശ്ചാത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനും ഭൗമരാഷ്ട്രീയ സ്ഥാനം ശക്തിപ്പെടുത്താനും റഷ്യയ്ക്ക് സാധിക്കുകയും ചെയ്യും.